എനിക്കൊരു നിലപാടുണ്ടെന്ന് ഉറക്കെ പറഞ്ഞൊരാൾ, വ്യക്തിപരമായ നഷ്ടങ്ങളെക്കുറിച്ച് അല്പം പോലും ഓർക്കാതെ രാഷ്ട്രീയ നിലപാടിന്റെ ദൃഢത ആവർത്തിച്ച് പറയുന്ന ഒരാൾ, ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ ആരെയും ഭയക്കാതിരുന്ന ധീരനായ കലാകാരൻ. എൻ്റെ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം അവകാശം പോലെ പിടിച്ചുവാങ്ങിയ സലീം കുമാർ, പാർട്ടിയുടെ വിജയങ്ങളിൽ അത്രമേൽ സന്തോഷിച്ച കൂടപ്പിറപ്പ്. മലയാള സിനിമയ്ക്ക് ഒരു പ്രതിഭാശാലിയെയും എനിക്ക് എൻ്റെ കൂടപ്പിറപ്പിനെയും നഷ്ടമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. ആ വരികളിലുണ്ട് അവർ തമ്മിലുള്ള ആത്മബന്ധം. ഒരേ നാട്ടിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനും സിനിമാ താരവും എന്നതിലുപരിയുള്ള ബന്ധം. ഒരുപക്ഷെ വി.ഡി. സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും അതിനായി സ്വപ്നം കാണുകയും ചെയ്ത വ്യക്തിയായിരുന്നു സലീം കുമാർ. അവസാനമായി സതീശന്റെ പറവൂരിൽ വെച്ച് നടന്ന സ്വീകരണ ചടങ്ങിൽ അസുഖം പോലും വകവയ്ക്കാതെ പങ്കെടുത്തതും ആ ആത്മബന്ധം കാരണമാണ്. അവസാന തെരഞ്ഞെടുപ്പിലും പതിവ് തെറ്റിക്കാതെ സതീശന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത സലീം കുമാർ സതീശന്റെ ഓരോ വിജയത്തിലും കൂടപ്പിറപ്പിനെന്ന പോലെ സന്തുഷ്ടനായിരുന്നു. രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായി പറയാൻ കലാകാരന്മാർ മടിച്ചു നിന്ന സമയത്തും കഷ്ടനഷ്ടങ്ങൾ വകവയ്ക്കാതെ, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ തന്റെ രാഷ്ട്രീയം പൊതുവേദികളിൽ തുറന്നു പറയാൻ അദ്ദേഹം മടിച്ചില്ല. സിനിമാ താരം എന്നതിലുപരി പച്ചയായ ഒരു മനുഷ്യനായിരുന്നു സലീം കുമാർ. പറവൂരുകാരുടെ മനസ്സറിഞ്ഞ സലീം കുമാറിന് പറവൂരിലെ ഓരോ വോട്ടറുടെയും മനസ്സിലേക്ക് സതീശൻ എന്ന ജനപ്രതിനിധിയെ ചേർത്ത് നിർത്താനും കഴിഞ്ഞു. സലീം കുമാറിന്റെ വിയോഗം മലയാള സിനിമാ മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടം തന്നെയാണ്. പക്ഷേ തൻ്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ തണൽ പോലെ നിന്ന നല്ലൊരു സുഹൃത്തിന്റെ, തൻ്റെ വിജയങ്ങളിൽ മനസ്സറിഞ്ഞ് സന്തോഷിച്ചിരുന്ന ഒരു കൂടപ്പിറപ്പിന്റെ വിയോഗം പറവൂരിനും വി.ഡി. സതീശനും സൃഷ്ടിച്ച ശൂന്യത ഒരു നോവായി തുടരും എന്നുറപ്പാണ്.